ഇതിലെ ഏറ്റവും വലിയ സാമ്പത്തിക തീരുമാനങ്ങളിലൊന്നാണ്. പക്ഷേ പലരും പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ലൊക്കേഷൻ മാത്രം നോക്കും. ചിലർ ഫ്രണ്ട്സ് വാങ്ങിയ സബബിൽ ബ്ലൈൻഡായിട്ട് വാങ്ങുന്നു. ചിലർ ചീപ്പ് പ്രൈസ് കണ്ടിട്ട് ഉടനെ ഡിസിഷൻ എടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രോപ്പർട്ടി ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ റെൻറ്റ് ശരിയായ രീതിയിൽ കിട്ടുന്നില്ല, ക്യാഷ് ഫ്ലോ കറക്റ്റായിട്ട് പോകുന്നില്ല, ചിലപ്പോൾ ഇൻഷുറൻസ്, മെയിൻ്റനൻസ് കോസ്റ്റ്, വേക്കൻസി, ഇതുപോലെ ഹിഡൻ പ്രോബ്ലംസ് കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് അതൊരു സ്ട്രെസ്സായിട്ട് മാറുന്നു. ഇന്ന് ഞാൻ പറയുന്ന ഈ 10 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആയിരക്കണക്കിന് ഡോളറുകളുടെ കോസ്റ്റ്ലി മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. സുദേശ്, ഞാൻ ബയേഴ്സ് ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഐ ഹെൽപ്പ് ബിസി പ്രൊഫഷണൽസ് ലൈക്ക് യു ഗ്രോ വെൽത്ത് ത്രൂ റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റിലൂടെ എങ്ങനെ അസറ്റ് ബിൽഡ് ചെയ്യാം, എങ്ങനെ കോസ്റ്റ്ലി മിസ്റ്റേക്സ് എല്ലാം ഒഴിവാക്കി നല്ല രീതിയിൽ അസറ്റ് ബിൽഡ് ചെയ്ത് ലൈഫിലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, എല്ലാം എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന മലയാളീസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ചിലപ്പം ഡോക്ടറാവാം, നേഴ്സാകാം, IT പ്രൊഫഷണലാകാം, എൻജിനീയർ ആകാം. നിങ്ങൾക്ക് ചിലപ്പം ഫസ്റ്റ് ഹോം ഉള്ള ഒരാളായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇമോഷണൽ ഡിസിഷനല്ല, അതൊരു ഡാറ്റ ബേസ്ഡ് ഫിനാൻഷ്യൽ ഡിസിഷനാണ്. നമ്മൾ പലപ്പോഴും കേൾക്കും, ഈ സബർബ് നല്ലതാണ്, അവിടെ ഇന്ത്യൻസ് കൂടുതലുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് അവിടെ വാങ്ങി, പ്രൈസ് ഇപ്പോഴും അഫോർഡബിളാണ്. പക്ഷേ ഒരു ഏരിയ നല്ലതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഇത്രമാത്രം നോക്കിയാൽ പോരാ. അതായത് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 ഫാക്ടർ എന്താണെന്ന് ഞാൻ പറയാം. 1, വേക്കൻസി റേറ്റ്. റെൻ്റൽ ഡിമാൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വേക്കൻസി റേറ്റ് നോക്കുന്നത്. അതേപോലെ റെൻ്റൽ ഈൽഡാണ് ക്യാഷ് ഫ്ലോ. നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന റെൻ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 3ാമത്തെ കാര്യം സപ്ലൈ ആൻഡ് ലാൻഡ് റിലീസസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഏരിയയിൽ എത്രത്തോളം സപ്ലൈ ഉണ്ട്, മാർക്കറ്റിൽ എത്രത്തോളം ലാൻഡ് അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതേപോലെ 4ാമത്തെ കാര്യം ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്. അതായത് ഒരു ഏരിയയിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ഉണ്ടാവണം. അപ്പോൾ അതിന് വരാൻ പോകുന്ന അവിടെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതേപോലെ ജോബ് ഗ്രോത്ത്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വന്നത് മാത്രം പോരാ, അവിടെ വരുന്ന വർഷങ്ങളിൽ അടുത്ത 5 വർഷം അല്ലെങ്കിൽ 10 വർഷം എത്ര ഗ്രോത്ത് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ജോബ് ഗ്രോത്ത്, എത്രത്തോളം ജോബ് ഓപ്പണിങ്സ് ഉണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 6ാമത്തെ കാര്യം റിസ്ക് ഫാക്ടേഴ്സാണ്. ഇപ്പം നമുക്കറിയാം ഓസ്ട്രേലിയയിൽ പല സ്ഥലത്തും ഫ്ലഡ്, ബുഷ് ഫയർ, ക്രൈം റേറ്റ്, അങ്ങനെ സൈക്ലോൺ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ റിസ്ക് ഫാക്ടർ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. 7ാമത്തെ കാര്യമാണ് ഹിഡൻ കോസ്റ്റ് എന്ന് പറയും, കൗൺസിൽ റേറ്റ്, ഇൻഷുറൻസ് കോസ്റ്റ്. ഇത് നമ്മൾ ഓരോ ഏരിയയിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അവിടെ വരുന്ന കൗൺസിൽ റേറ്റ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ 8ാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഗ്രോത്ത് റേറ്റ് സൈക്കിൾ. ടൈമിംഗ് ശരിയാണോ എന്നറിയാൻ ഇത് ചെക്ക് ചെയ്യണം. കാരണം നമുക്കറിയാം പല സ്ഥലങ്ങളിലും കഴിഞ്ഞ 5 വർഷത്തിൽ 60 to 80% ഗ്രോത്ത് ഉണ്ടായ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത സൈക്കിളിലോട് അതുപോലെ ഗ്രോ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഗ്രോത്ത് റേറ്റ് സൈക്കിൾ മനസ്സിലാക്കണം. അഫോർഡബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിന് മുന്നേ ആ ഏരിയയിലുള്ള അഫോർഡബിലിറ്റി ഇൻഡെക്സ് മനസ്സിലാക്കണം. അതുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത്. നമുക്കറിയാം ഓസ്ട്രേലിയയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ സബർബിലും ഒരുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത് വരുന്നതെന്നല്ല. അപ്പോൾ ഈ 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ വേക്കൻസി റേറ്റ്. വേക്കൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ റെൻ്റൽ പ്രോപ്പർട്ടീസ് എത്ര ശതമാനം ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് വേക്കൻസി റേറ്റ് കാണിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഒരു സബർബ് ടെനൻസ് ഈസി ആയിട്ട് കിട്ടുമോ അതോ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമോ എന്നതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് വേക്കൻസി റേറ്റ്. ഉദാഹരണത്തിന് ഒരു സബർബിൽ വേക്കൻസി റേറ്റ് 1% താഴെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം റെൻ്റൽ ഡിമാൻഡ് സ്ട്രോങ് ആണ്, ടെനൻസ് പ്രോപ്പർട്ടി അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ വേക്കൻസി റേറ്റ് 4%, 5% ആണെങ്കിൽ മാർക്കറ്റിൽ റെൻ്റൽ പ്രോപ്പർട്ടീസ് കൂടുതലായിരിക്കും. അപ്പോൾ ടെനൻറ്റിന് കിട്ടാൻ സമയമെടുക്കും, റെൻറ്റ് കുറയ്ക്കേണ്ടി വരും ചില സമയങ്ങളിൽ. അപ്പോൾ പ്രോപ്പർട്ടി കുറച്ച് ആഴ്ചകൾ വേക്കൻ്റായി കിടക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇൻവെസ്റ്റേഴ്സിന് വളരെ വലിയ പ്രോബ്ലമാണ്. കാരണം പ്രോപ്പർട്ടി വേക്കൻ്റ് ആണെങ്കിൽ ബാങ്ക് ലോൺ, റീപേയ്മെൻറ്റ്, കൗൺസിൽ റേറ്റ്, ഇൻഷുറൻസ്, വാട്ടർ ചാർജ് തുടങ്ങിയ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുൻപ് ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം ഇതാണ്: ആ ഏരിയയിലെ ടെനൻസിന് ഡിമാൻഡ് ഉണ്ടോ, അവിടുത്തെ വേക്കൻസി റേറ്റ് എത്രയാണ്? ഇതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെൻ്റൽ ഈൽഡ്. രണ്ടാമത്തെ ഫാക്ടർ റെൻ്റൽ ഈൽഡ് എന്നത്
പ്രോപ്പർട്ടിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുവൽ റെൻ്റൽ റിട്ടേൺ ആണ്. ഇതിന് സിമ്പിളായിട്ടൊരു ഫോർമുല പറയുകയാണെങ്കിൽ ആനുവൽ റെൻറ്റ് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന വീക്ക്ലി റെൻറ്റ് ടൈംസ് 52, അപ്പോൾ ആനുവൽ റെൻറ്റ് കിട്ടും. അതിനെ ഡിവൈഡഡ് ബൈ ദ പ്രോപ്പർട്ടി വാല്യൂ, ടോട്ടൽ നിങ്ങളുടെ പ്രോപ്പർട്ടി വാല്യൂ എത്രയാണോ അതായിട്ട് ഡിവൈഡ് ചെയ്യുക ടൈംസ് 100, അതാണ് റെൻ്റൽ ഈൽഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 500K ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതെന്ന് കരുതുക. അതിൻ്റെ വീക്ക്ലി റെൻറ്റ് $500 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആനുവലി 26,000 ആയിരിക്കും നിങ്ങൾക്ക് റെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ റെൻ്റൽ ഈൽഡ് എന്ന് പറഞ്ഞാൽ 5.2% ആണ്. ഓക്കെ, റെൻ്റൽ ഈൽഡ് നല്ലതാണെങ്കിൽ പ്രോപ്പർട്ടിയുടെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് അധികം പൈസ ഇടാതെ തന്നെ റെൻ്റ് അടയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ക്യാപിറ്റൽ ഗ്രോത്ത് മാത്രം നോക്കി പ്രോപ്പർട്ടി വാങ്ങരുത്, അതുപോലെ റെൻ്റൽ ഈൽഡ് മാത്രം നോക്കി പ്രോപ്പർട്ടി വാങ്ങരുത്. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്നത് ക്യാപിറ്റൽ ഗ്രോത്തും വേണം, ക്യാഷ് ഫ്ലോയും വേണം. അവ ബാലൻസ് ആയിട്ടുള്ളതായിരിക്കണം. ചില പ്രോപ്പർട്ടിയിൽ ഫ്യൂച്ചർ ഗ്രോത്തിന് നല്ലതായിരിക്കും, പക്ഷേ ചിലത് റെൻറ്റ് കുറവായിരിക്കും. ചില പ്രോപ്പർട്ടീസ് റെൻറ്റ് നല്ലതായിരിക്കും, ലോങ് ടൈം ഗ്രോത്ത് സ്ലോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഇൻകം, ബോറിംഗ് കപ്പാസിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ എന്നിവ നോക്കിയിട്ട് ബാലൻസ് ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർട്ടി വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. മൂന്നാമത്തെ ഫാക്ടർ സപ്ലൈ ആൻഡ് ലാൻഡ് റിലീസസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഏരിയയിൽ ആയിരക്കണക്കിന് പുതിയ ലാൻഡ് റിലീസ് വരുന്നു, പുതിയ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, ലോട്ട്സ് ഓഫ് ലാൻഡ്, ഹോം ആൻഡ് ലാൻഡ് പാക്കേജസ് അവൈലബിൾ ആണ് എങ്കിൽ അവിടെ ഫ്യൂച്ചർ സപ്ലൈ കൂടുതലായിരിക്കും. എപ്പോഴും സപ്ലൈ കൂടുതലുണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ബയേഴ്സിന് ഓപ്ഷൻ കൂടുതലായിരിക്കും, ടെനൻസിനും ഓപ്ഷൻ കൂടുതലായിരിക്കും, ബിൽഡേഴ്സ് പുതിയ പ്രോപ്പർട്ടീസ് മാർക്കറ്റിൽ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം പ്രോപ്പർട്ടിയുടെ പ്രൈസ് ഗ്രോത്തിനെ ബാധിക്കും, റെൻ്റൽ ഡിമാൻഡിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിന് മുന്നേ ആ ഏരിയയിൽ വരാൻ പോകുന്ന ലാൻഡ് റിലീസസ്, സപ്ലൈസ്, ലാൻഡ് അവൈലബിലിറ്റി ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാലാമത്തെ കാര്യം ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്. അതായത് ഗവൺമെൻറ് ഒരു ഏരിയയിൽ റോഡ്, റെയിൽ, ഹോസ്പിറ്റൽ, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, സ്കൂൾ, ട്രാൻസ്പോർട്ട് അപ്ഗ്രേഡ്സ്, മാറ്റത്ത് ഇങ്ങനെ പുതിയ പുതിയ പ്രൊജക്റ്റുകളിൽ ഗവൺമെൻറ് എത്രത്തോളം ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഏരിയയിൽ നന്നായിട്ട് പുതിയ ഗവൺമെൻറ് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് അവിടെ ഒരു പുതിയ ഹോസ്പിറ്റൽ വരികയാണ്, അവിടെ ഒരുപാട് ജോബ് ഓപ്പണിങ്സ് വരും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഏരിയയിൽ എത്രത്തോളം പുതിയ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നുണ്ട്, കൺസ്ട്രക്ഷൻ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ജോബ് ഗ്രോത്ത് ആണ്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ ചില ഏരിയയിൽ ഫോർ എക്സാമ്പിൾ വിൻഡ് മില്ല് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്താണ് അവിടെ ജോബ് ഓപ്പണിങ്സ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ജോബ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് അവിടെ എന്തൊക്കെ തരത്തിലുള്ള ജോബ് ഓപ്പണിങ്സ് ആണ് ഫ്യൂച്ചറിൽ വരിക. ഹോസ്പിറ്റൽ വരുമ്പോൾ അവിടെ ഒരുപാട് നഴ്സിംഗ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ വേക്കൻസി വരും. യൂണിവേഴ്സിറ്റി വരികയാണെങ്കിൽ അവിടെ ഒരുപാട് സ്റ്റുഡൻസ് വരും. ലോജിസ്റ്റിക്സ് സെൻറ്റർ തുടങ്ങുകയാണെങ്കിൽ അവിടെയും ഒരുപാട് ജോബ് ഓപ്പണിങ്സ് വരും. അപ്പോൾ അവിടെ വരാൻ പോകുന്ന പ്രൊജക്ട്സുകൾ എന്തൊക്കെയാണ്, അതിനകത്ത് എത്രത്തോളം ജോബ് ഓപ്പണിങ്സ് വരുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിയണം. ഇതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിനെ ക്യാപിറ്റൽ ഗ്രോത്തിനും റെൻ്റൽ ഗ്രോത്തിനും ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ആറാമത്തെ ഫാക്ടർ പറഞ്ഞാൽ റിസ്ക് ഫാക്ടർ. ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതായത് പല ആളുകളും പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ അവർക്ക് റെൻ്റൽ ഗ്രോത്ത് വേണം, പ്രോപ്പർട്ടി ഗ്രോത്ത് വേണം. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ വലുതാണ് റിസ്ക് ഫാക്ടർ. റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓസ്ട്രേലിയയിൽ ഫ്ലഡ്, ബുഷ് ഫയർ, സൈക്ലോൺ, ക്രൈം റേറ്റ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് എത്ര റിട്ടേൺസ് തരുന്നു എന്നുള്ളതല്ല, അത് എത്രത്തോളം നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് തരുന്നു എന്നുള്ളതാണ് ഈ ഫാക്ടർ. നമ്മൾ റിസ്ക് കൂടുതലുള്ള ഏരിയ മാക്സിമം ഒഴിവാക്കണം. അപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിന് മുന്നേ ആ പ്രോപ്പർട്ടിയുടെ ഇൻഷുറൻസ് കോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഏരിയയിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളൊരു പ്രോപ്പർട്ടിക്ക് ഓഫർ കൊടുക്കുന്നതിന് മുന്നേ ആ പ്രോപ്പർട്ടിക്ക് ഇൻഷുറൻസ് കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് 1-2 കമ്പനിയുടെ കോട്ട് എടുക്കുക. കോട്ട് കാണുമ്പോൾ ഇൻഷുറൻസ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഈസ് സം റിസ്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റും. ഏഴാമത്തെ ഫാക്ടർ നമ്മൾ ഓരോ ഏരിയയിലും ഇപ്പോൾ നമ്മൾ സിഡ്നിയിൽ ഉള്ള പോലെയല്ല ക്യൂൻസ്ലാൻഡിലെ കൗൺസിൽ റേറ്റ് സ്ട്രാറ്റ അല്ലെങ്കിൽ അതേ രീതിയിൽ കോർപ്പറേറ്റ് ഫീ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിക്ക് അതുപോലെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. കൗൺസിൽ റേറ്റ് എത്രയാണ്, വാട്ടർ റേറ്റ്സ് എത്രയാണ്, ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. പല ഏരിയയിലും പല രീതിയിലാണ് കൗൺസിൽ റേറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിഡ്നി, മെൽബൺ ഇവിടെയൊക്കെല്ലാം കൗൺസിൽ റേറ്റ് 1500, 1600 അല്ലെങ്കിൽ ലെസ് ദാൻ 2000 ആണെങ്കിൽ ഇപ്പോൾ ചില ഏരിയയിൽ ക്യൂൻസ്ലാൻഡിൽ 4000+ കൗൺസിൽ റേറ്റുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയ ആണെങ്കിൽ അവിടെ കൗൺസിൽ റേറ്റ് പ്ലസ് വാട്ടർ റേറ്റ്സ് 3000, 4000 വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ റെൻ്റൽ ഈൽഡ് മാത്രം നോക്കരുത്, നമ്മൾ ഈ എക്സ്പെൻസ്, ഹിഡൻ എക്സ്പെൻസ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എട്ടാമത്തെ കാര്യം ഗ്രോത്ത് റേറ്റ് സൈക്കിൾ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗ്രോത്ത് റേറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ആ ഏരിയയിൽ ലാസ്റ്റ് 5 വർഷം അല്ലെങ്കിൽ ലാസ്റ്റ് 3 വർഷം എത്രമാത്രം ഗ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ഏരിയയിൽ കഴിഞ്ഞ 5 വർഷം 70-80% ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത സൈക്കിളിലും അതേ രീതിയിലുള്ള ഗ്രോത്ത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ
5 വർഷം അല്ലെങ്കിൽ 3 വർഷം എത്രമാത്രം ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട്. അഫോർഡബിലിറ്റി ഇൻഡെക്സ്, ഇത് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഫോർഡബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരു ആവറേജ് ആളുകൾ താമസിക്കുന്നുണ്ട്. ആ ഏരിയയിൽ അവർ താമസിക്കുന്ന ആളുകളുടെ ഇൻകം അനുസരിച്ച് ബോറോ ചെയ്യാൻ പറ്റാവുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 800 to 900 ആണെന്ന് വിചാരിക്കുക. ആ ഏരിയയിൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ 1.3, 1.4 ആയി കഴിഞ്ഞാൽ ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ പ്രോപ്പർട്ടി അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് അഫോർഡബിലിറ്റി ഇൻഡെക്സ് ഈസ് ഹൈ. അപ്പോൾ നമ്മളെപ്പോഴും പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ആ ഏരിയയിൽ അഫോർഡബിലിറ്റി, ഫോർ എക്സാമ്പിൾ ഓരോ ഏരിയയിലും അവിടുത്തെ നേച്ചർ ഓഫ് ജോബും നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് അനുസരിച്ചിരിക്കും അവരുടെ ആളുകളുടെ ഇൻകം. അവരുടെ ഇൻകവും അവിടുത്തെ പ്രോപ്പർട്ടിയുടെ വാല്യൂം തമ്മിലുള്ള ഗ്യാപ്പ് വലുതാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആളുകൾക്ക് അവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ അഫോർഡബിലിറ്റി ഇൻഡെക്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്തത് ഓണേഴ്സ്/റെൻറ്റേഴ്സ് റേഷ്യോ. അതായത് ഒരു സബബിൽ എത്രത്തോളം ഓണർ പോപ്പുലേഷൻ കൂടുതൽ അല്ലെങ്കിൽ റെൻറ്റേഴ്സ് കൂടുതൽ. ഇപ്പോൾ ഓണേഴ്സിൻ്റെ പോപ്പുലേഷൻ 60 അല്ലെങ്കിൽ 70% ആണെങ്കിൽ ആ ഏരിയ സ്റ്റേബിൾ ആണെന്ന് പറയാം. അപ്പോൾ ആ ഏരിയ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഏരിയയിൽ കൂടുതൽ റെൻറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള മാർക്കറ്റല്ല. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഡാറ്റാസ് എല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ കോസ്റ്റ്ലി മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ പ്രോപ്പർട്ടിക്ക് ഓഫർ കൊടുക്കുന്നതിന് മുന്നേ കമ്പയറബിൾ സെയിൽസ് നോക്കണം. അതായത് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ അടുത്തുള്ള അല്ലെങ്കിൽ റീസണബിളായിട്ട് സോൾഡ് ചെയ്തിട്ടുള്ള നിങ്ങൾ അതുപോലത്തെ പ്രോപ്പർട്ടിയുടെ വാല്യൂ നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശം കറക്റ്റ് വാല്യൂ മനസ്സിലാക്കാൻ പറ്റുക. കാരണം പല റിയൽ എസ്റ്റേറ്റ് ഏജൻസും പ്രോപ്പർട്ടി പ്രൈസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൈസാണ് പ്രോപ്പർട്ടിക്ക് ഇടുക. അതിൻ്റെ അർത്ഥം അതായിരിക്കും നല്ല റിയൽ വാല്യൂ. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആ ഏരിയയിലെ റീസണബിളായിട്ട് സോൾഡ് ചെയ്തുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂസ് എത്രയ്ക്കാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഏജൻറ്റ് ചോദിക്കുന്ന പ്രൈസ് തന്നെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് കരുതരുത്. ഏജൻറ്റ് അത് വിൽക്കുന്ന ആൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏജൻറ്റ് പ്രോപ്പർട്ടിക്ക് 620 ചോദിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ സിമിലർ പ്രോപ്പർട്ടി 590ക്കും 600 റേഞ്ചിൽ സോൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവർ പേ ചെയ്യാതെ നെഗോഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഡാറ്റ ബാക്കപ്പ് കോൺഫിഡൻസ് നൽകും. അപ്പോൾ ഇന്ന് പറഞ്ഞ 10 ഫാക്ടേഴ്സ് ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ട് പറയാം. ഒന്ന്, നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1 വേക്കൻസി റേറ്റ്, 2 റെൻ്റൽ ഈൽഡ്, 3 സപ്ലൈ, 4 ഇൻഫ്രാസ്ട്രക്ചർ, ആ ഏരിയയിൽ വരാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച്, അതേപോലെ അവിടെ വരാൻ പോകുന്ന ജോബ് ഓപ്പണിങ്സിനെ കുറിച്ച്, റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച്, ഹിഡൻ കോസ്റ്റിനെ കുറിച്ച്, അതേപോലെ ഗ്രോത്ത് റേറ്റ് സൈക്കിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അഫോർഡബിലിറ്റി ഇൻഡെക്സ്, പോപ്പുലേഷൻ ഗ്രോത്ത്, പിന്നെ പ്രധാനപ്പെട്ടുള്ള കാര്യം റീസെൻറ്റ് സെയിൽസ്. ഇതിൽ ഒരു ഫാക്ടർ മാത്രം നോക്കി പ്രോപ്പർട്ടി വാങ്ങരുത്. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ ഇവയെല്ലാം കമ്പൈൻ ചെയ്ത് അനാലിസിസ് ചെയ്യണം. പ്രോപ്പർട്ടി ഇൻവെസ്റ്റിങ്ങിൽ സക്സസ് എന്നത് ലക്കല്ല, അത് റൈറ്റ് സ്ട്രാറ്റജി, റൈറ്റ് ഡാറ്റ, റൈറ്റ് ടൈമിംഗ്, റൈറ്റ് ഗൈഡൻസ് എന്നിവയുടെ ഒരു റിസൾട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓസ്ട്രേലിയയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ ആലോചിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പക്ഷേ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാനുമായിട്ട് ഫ്രീ 1-to-1 സെഷൻ ബുക്ക് ചെയ്യാം. സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യൂ, കോസ്റ്റ്ലി മിസ്റ്റേക്ക് ഒഴിവാക്കൂ, ലോങ് ടൈം വെൽത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന കാര്യത്തിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഐ എം ഹാപ്പി ടു അസിസ്റ്റ് യു. ഐ എം വർക്കിംഗ് ആസ് എ ബയേഴ്സ് ഏജൻറ്റ്. ഐ ഹെൽപ്പ് busy professionals like you grow wealth through real estate.